Hello, Airtel. Hello, Airtel. Yeah, go on. അതെ പറയൂ. എന്താ പേര് സാറിന്റെ? ഓക്കെ പറയൂ റസാഖ്, എന്താണ് പ്രോബ്ലം? അതായത് എനിക്ക് ഈ നമ്മളിപ്പോ പുതിയതില്ലേ ഇപ്പൊ സംഭവം മറ്റേ ഈ ഫോണിൽ തന്നെ മറ്റേ ഇന്റർനെറ്റ് കിട്ടുന്ന ഇത് എന്തെല്ലാം ഇന്റർനെറ്റ് ഇപ്പൊ നമ്മൾ കാണില്ല ഇപ്പൊ എല്ലാം കളിയല്ല സ്കോർ അത് ഇത് ഇപ്പൊ എല്ലാം കിട്ടുന്നതല്ലേ. ഉണ്ട്, പറയൂ പറയൂ. അത് എങ്ങനെ അത് ഇങ്ങനെ ഇപ്പൊ ചാർജ് ഇപ്പൊ നിങ്ങൾ ചാർജ് അല്ലേ അതിനു മുന്നേ മിസ്റ്റർ റസാഖ്, നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോൺ ഏതാണ്? ഫോൺ ഇപ്പൊ മറ്റേ ഓനെ ശരിയില്ല മറ്റേ കൊടുത്തിട്ട് കൊണ്ട് അത് വലിയ ഫോണ് അങ്ങനെ ഫോണ് സൈലന്റ് ഒന്നും വിചാരിക്കാം. ഇപ്പൊ മൊബൈൽ തന്നെ 15,000 ഉണ്ട് അതിനിപ്പോ അതിലുണ്ടാവും. ഇപ്പൊ ഇതന്നെ കമ്പനി മറ്റേ സാംസങ് എന്തോ കമ്പനി ഇപ്പൊ മിസ്റ്റർ റസാഖ് ഞങ്ങൾ ഇന്റർനെറ്റ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, പക്ഷെ അത് ഫോണിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അത് കിട്ടത്തുള്ളൂ. ഇപ്പൊ നിങ്ങളിപ്പോ എന്താ പറയാ, ഇപ്പൊ പഴയ ഫോണുകളൊക്കെ ഉപയോഗിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും നിങ്ങൾക്ക് കിട്ടും. ഇതിപ്പോ ദുബൈനെ കൊണ്ടെത്തിച്ച് പ്രത്യേകം പറഞ്ഞിട്ട് ഓന് പേര് ഇനിയിപ്പോ മറ്റേ രണ്ടല്ലേ പോയിട്ട് വരുമ്പോ ഓന് ബഷീർ വരുമ്പോ കൊണ്ടുവന്നേ ഫോണെല്ലാം പുതിയ തന്നെ ഇപ്പൊ ടോപ്പ് തന്നെ ഇപ്പൊ എല്ലാം ഭയങ്കര ടോപ്പിലുണ്ട് എല്ലാം. മറ്റേ ഇപ്പൊ ഈ കയ്യിലെല്ലാം നക്കണ്ടേ ഇതൊന്നും ഇല്ലല്ലോ, മറ്റേ ഇതാക്കണ്ടല്ലേ മറ്റേ സ്ക്രീനിൽ തന്നെ നക്കുന്നല്ലേ അങ്ങനത്തെ വലിയ ഫോൺ. അപ്പൊ അതിലെല്ലാം ഉണ്ടാവും. നിങ്ങൾ പറയുന്നത് എന്തെന്നറിയില്ല, അതെല്ലാം ഉണ്ടാവും അതിലുണ്ടാവും. നിങ്ങൾക്ക് ആയിക്കോട്ടെ, ഞാനിപ്പോ റസാഖിന് ഇപ്പൊ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പറയുകയാണെങ്കിൽ റസാഖിന് അതുപോലെ ചെയ്യാൻ പറ്റുമോ ഫോണില്? പിന്നെ നീ പറയും മെനുവിൽ പോകുക ആദ്യം. മെനു ഒരു നിങ്ങളുടെ ഫോൺ ഏതാണ്? ഏതാ മോഡല്? ആയിക്കോട്ടെ, ഇത് ഹലോ മിസ്റ്റർ റസാഖ്, നിങ്ങളുടെ ഇത് എന്താ ടച്ച് സ്ക്രീൻ ആണോ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മിസ്റ്റർ റസാഖ്, അത് ടച്ച് സ്ക്രീൻ എന്ന് പറയും നമ്മളത്. ഞാൻ ചെല്ലി പറയാൻ മറന്നു എങ്ങനെ ഓൻ അതെന്നെ കൊണ്ടുവന്നേക്ക് ഒരു കോലും കിട്ടീന് കുത്തി കളിക്കാൻ എന്തെന്ന് അറിയില്ല. നമ്മ കയ്യെന്നെ ഉപയോഗിക്കുന്നു ഇപ്പൊ കോലായി കഴിഞ്ഞാൽ നമുക്ക് ഫോണിൽ ഇപ്പൊ കോലായത് കഴിഞ്ഞ കയ്യെന്നെ ഉപയോഗിക്കുന്നേ. എന്താക്കണ്ട ഇപ്പൊ മിസ്റ്റർ റസാഖ്, നിങ്ങളുടെ ഒപ്പം വല്ല സുഹൃത്തുക്കൾ ആരെങ്കിലും ഒപ്പമുണ്ടോ? ഇല്ല, ഞാൻ ഇപ്പൊ ഒറ്റക്കുണ്ട്. ഇപ്പൊ ഞാൻ മറ്റേ ചോറയ്ക്കാൻ വന്നേന്ന് ഒറ്റക്ക് പോയി. ഞാൻ ഒരു 2 മണിക്ക് പോകുന്നു പുരക്ക്. ആയിക്കോട്ടെ, അപ്പൊ മിസ്റ്റർ റസാഖ് ഒറ്റക്കുണ്ട് റൂമിൽ ഇപ്പൊ. ആയിക്കോട്ടെ, മിസ്റ്റർ റസാഖ് ഇപ്പൊ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ മറ്റേ മല നമ്പലില്ലേ അതിന്റെ അടുത്ത് മറ്റേ റഫീച്ചാണ് പൂര. നിങ്ങൾ കാസർഗോഡായിരുന്നാ കണ്ണൂര്? അല്ല, ഇതിപ്പോ കോൾ സെന്റർ ഇത് കേരളത്തിലെ എറണാകുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്, കൊച്ചിന്റെ ആണ്. കൊച്ചിയിലേക്ക് ഞാൻ വിളിച്ചേ അമ്പലമുണ്ട്, അതിന്റെ അമ്പലത്തിന്റെ ഒരു പീടുണ്ട്, ആടെ ഞാൻ പണിയെടുക്കുന്നത്. പക്ഷെ ഇത് നിങ്ങൾക്ക് കോൾ ചാർജ് ആവില്ല, ലോക്കൽ കോളിന്റെ ചാർജേ വരൂ. പക്ഷെ ഞാൻ സംസാരിക്കുന്നത് കൊച്ചിയിൽ നിന്നാണ്. അതിനെ കുറിച്ച് പേടിക്കണ്ട, അതിനെ കുറിച്ച് ബോധർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അതെ അതെ, ഇത് കസ്റ്റമർ കെയർ ആണ്, അതിനെ കുറിച്ച് പേടിക്കണ്ട. ഞാനിപ്പോ ഇതിപ്പോ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ അടുത്ത് നമ്മളുടെ വല്ല ഓഫീസ് എങ്ങാനും ഉണ്ടോ? ഓഫീസ് താലങ്ങാടിയിലൊന്നുണ്ട്. അത് വലിയ ആളാക്കുന്നു. നാളെ പോയിട്ടാകുമ്പോ ഇന്ത്യയിൽ വന്ന് ചെങ്ങായി AC രീതി തലയിരിക്കുന്നു ഓർ വലിയ ബിജാറ്. അങ്ങനെ ഞാൻ വിളിച്ചേങ്ങ പോയിട്ടാകുമ്പോ ആളെ കൊടുക്കത്തെ ക്യൂവും ഒരു മിനിറ്റ് കസാലും മെസ്സി ഉണ്ട് അതിന്റെ എടുക്കുന്ന ഒരു വലിയ ഇതാക്കുന്നത് ഫോണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഫോണൊന്നും കണ്ടിട്ടേ ഇല്ല ഓർക്ക് നിക്കാൻ അറിയില്ല. നമ്മ വലിയ ഫോണിന് ഇപ്പൊ ഉപയോഗിക്കുന്നത് ഇറങ്ങിയത്ര ഇത് മാർക്കറ്റിൽ പോയി നീ ഇറക്കി ചൈനക്കാർ ഇറക്കുവാന്തോ മിസ്റ്റർ റസാഖ്, എന്നോട് സംസാരിക്കാൻ അനുവദിക്കും. മിസ്റ്റർ റസാഖ്, നിങ്ങളുടെ സ്ഥലത്തിന്റെ പേര്, നിങ്ങളുടെ പോസ്റ്റ് ഓഫീസ് എവിടെയാണെന്ന് പറയാൻ പറ്റും? ഞാൻ എന്റെ കമ്പ്യൂട്ടറിൽ സെർച്ച് ചെയ്തിട്ട് അടുത്തുള്ള ഒരു ഓഫീസിന്റെ പേര് പറഞ്ഞു തരാം. നിങ്ങളുടെ പോസ്റ്റ് കോഡ് എന്താ? ഒരു മിനിറ്റ് 6 പറയൂ.
ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഞാനൊരു സൂത്രം ചെയ്യാം. ഞാൻ അടുത്തുള്ള ഓഫീസുകളുടെ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ മെസ്സേജ് അയച്ചു തരാം. അത് ഞാൻ അല്ല, അത് ഈ സംസാരത്തിന് ശേഷം ഞങ്ങൾക്ക് ഞാൻ അയച്ചു തരാം. അപ്പോൾ നിങ്ങൾ ആ ലിസ്റ്റിൽ പ്രകാരം ഒരു 4-5 ഓഫീസുകളിൽ അഡ്രസ് ഞാൻ അയച്ചു തരാം. അല്ല അതെ അതെ. അപ്പൊ അതെ, അപ്പൊ നിങ്ങൾ ഇതിന് ചാർജ് ഇല്ല, ഇതിന് ചാർജ് ഇല്ല. ഇത് കളിയെല്ലാം നോക്കിട്ട് പറയുന്നത് അതെ എനിക്ക് ഭയങ്കര പ്രാട് കളി ഇതെല്ലാം. പിന്നെ മറ്റേ ഇതെല്ലാം ഫിലിമെല്ലാം ഇപ്പൊ നോക്കുന്നു പവറല്ലേ എങ്ങനെയാന്തോ അതെല്ലാം കണ്ടിട്ട് ഞാൻ ചെല്ലിയത് ഇപ്പൊ നോക്കാൻ കഴിയാന്തല്ലേ ഇപ്പൊ. മിസ്റ്റർ റസാഖ്, ഇത് ഞാനിപ്പോ നിങ്ങളിപ്പോ ഞാൻ പറയുന്ന അഡ്രസ്സിലേക്ക് നിങ്ങളുടെ ഫോണും കൊണ്ട് ചെല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് അവരത് സെറ്റിംഗ് ശരിയാക്കി തരും. അപ്പൊ നിങ്ങൾക്ക് ആ ടിവിയില് എന്താ പറയാ, ടിവിയിൽ കാണുന്ന പോലെ തന്നെ നിങ്ങളുടെ മൊബൈലിലും അതൊക്കെ കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് വേറെ വല്ല ഡൗട്ടുകളുണ്ടോ? വേറെ വല്ല സംശയങ്ങളും ഉണ്ടോ? ഇല്ല, ഇപ്പൊ അതല്ല. താങ്ക് യു. ഇപ്പൊ ഇതന്നെ അതന്നെ ഫോൺ എടുത്തിട്ട് കിട്ടാത്തോണ്ട് ആകെ ബേജാറായിട്ടുണ്ട്. പിന്നെ 25,000 രൂപ കൊടുത്ത് പൈസ ഇപ്പൊ നമുക്ക് ആക്കാലോ. ഫോണിലും കിട്ടിയിട്ട് ആകെ എന്ത് ഉപയോഗിക്കാൻ ഇത് അതല്ല, നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ പറയുന്ന ഇപ്പൊ എന്താ, നിങ്ങളുടെ സുഹൃത്ത് എടുത്തുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഓൺലൈനായിട്ട് ഉച്ചക്ക് പോകുന്നേ. ഇപ്പൊ ഇനി തിരിച്ചു പോവുകയാണ്. ഇപ്പൊ അന്ന് ഞാൻ സുഹൃത്ത്, ഞാനിപ്പോ ഞങ്ങളുടെ ഓഫീസുകളുടെ അഡ്രസ്സിന്റെ ഒരു ലിസ്റ്റ് അയച്ചു തരാം. നിങ്ങളിപ്പോ ഓഫീസിലേക്ക് പോയാൽ മതി, അപ്പൊ അവര് ശരിയാക്കി തരും. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, നമ്മൾ ഷെറോൺ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, കുഴപ്പമില്ല കേട്ടോ. എന്തായാലും വിളിച്ചതിന് വളരെ താങ്ക്സ് ഫോർ കോളിംഗ്. ഓക്കെ, ബൈ, താങ്ക് യു, cheers.